ഇന്ന് ഞാൻ കുമ്പളങ്ങ വെച്ചിട്ട് കുറച്ച് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: കുമ്പളങ്ങ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, പിന്നെ തൈര്. നമ്മളിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെക്കുന്നത് തൈര്, അതോടെ ഉപയോഗിച്ചിട്ട് നമ്മൾ പാക്കറ്റ് വാങ്ങിയിട്ടില്ല. ഇനി തേങ്ങയെല്ലാം അരക്കണം. അത് മുറിച്ചിട്ടിട്ടുള്ള വഴിയെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. അത് ഞാൻ തോലെല്ലാം കളഞ്ഞു വെക്കട്ടെ. ഇത് ചെറുങ്ങനെ മുറിച്ചിടണം, വളരെ ചെറുതാക്കിയിട്ട് മുറിച്ചിടണം. നമ്മളെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വലുതായിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ചെറിയതായിട്ടാണ് മുറിച്ചിട്ടിട്ട് വേവിച്ചിട്ട് വെക്കുന്നത് രസം, കാണാൻ ഭംഗി. ഇതിങ്ങനെ ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ട് വെക്കണം. പിന്നെ പച്ചമുളകിട്ട് ചെറുങ്ങനെ ഒന്ന് വേവിക്കുക. ഒരു വെള്ളം കഴിഞ്ഞ് ഒന്നും കൂടി ഞാൻ കഴുകും. എന്നിട്ട് ഞാൻ മൺചട്ടിയിലാണ് ഇത് വേവിക്കുക. എന്നുവെച്ചാൽ തൈര് കൂടി വെക്കുമ്പോൾ സ്റ്റീൽ പാത്രങ്ങളിലെല്ലാകുമ്പോൾ പണ്ടുകാലങ്ങളിലേ പറയുന്നേക്കും തൈരിൻ്റെ ഒരു കയ്പുണ്ടാകും. അങ്ങനെ പറയുന്നേക്കാം, നമുക്കറിയില്ല. ഞാനതും പണ്ടേ ഉള്ള ഒരു ശീലത്തിലാക്കുന്നത്. അപ്പോൾ മൺചട്ടിയിൽ വേവിച്ചിട്ട് മൺചട്ടി തന്നെയാണ് കൂട്ടി വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 2-3 ദിവസം കറിയില്ലെങ്കിലും പച്ചടി കൂട്ടി കുറച്ച് ചമ്മന്തിയിലാക്കി അത് മതിയാവും. ഇവിടെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചടി. ഓരോ ദിവസം ഓരോന്ന് പറയും പച്ചടിയൊക്കെ. ഇന്ന് കൂട്ടുകാരി ഉണ്ടാക്കി, അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് അങ്ങനെ ഉണ്ടാക്കും. പിന്നെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. പച്ചടി ആകുമ്പോൾ ഒന്നും ആയിപ്പോയില്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇങ്ങെടുത്ത് വെച്ചാൽ മതി. ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ച് വെക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ ഇത് മുറിച്ചിട്ട് പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് മുറിച്ചുണ്ട്, അതും കൂടി ഇട്ടിട്ട് ഞാൻ അടുപ്പിൽ വെച്ച് വേവിക്കാൻ പോകും. വേവിച്ചതിന് ശേഷം തേങ്ങയും തൈരും കുറച്ച് ജീരകവും ചേർത്തിട്ട് അരച്ചെടുക്കണം. അത് നല്ലോണം. ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്, ഒരിത്തിരി ഉപ്പ് കുറച്ച് മുൻതൂക്കം ഇടുന്ന നല്ലതാണെന്ന് വെച്ചാൽ തൈര് വരുമ്പോൾ അത് കണക്കാവും. വേവിക്കട്ടെ. ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് സമയം കൊണ്ട് വേവും. ഇത്ര ചെറിയ വേവേ ഉള്ളൂ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളക് ചേർത്ത് ഉപ്പും വെള്ളം കുറച്ച് തേങ്ങ എല്ലാം ചിരവി വെച്ചിട്ടുണ്ട്. കുറച്ച് കാന്താരി കിട്ടീന്, അത്രയേ ഉള്ളൂ. എല്ലാം തീർന്നു പോയി. അതും കൂടി കൂട്ടി അരക്കാണ്. കാന്താരി നല്ല ബെസ്റ്റാണ്, നല്ല മണവും അതുകൊണ്ടാണ്. പിന്നെ തേങ്ങേൻ്റെ നല്ല വശം മാത്രമേ എടുക്കാവുന്നു. വെള്ള നിറം ഉള്ള തേങ്ങ അടിഭാഗം എടുക്കരുതെന്നാ പറയുക. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അടിഭാഗം. തേങ്ങൻ്റെ നല്ല ഫ്രണ്ട് ഭാഗം നോക്കിയിട്ട് എടുത്ത്. കുമ്പളങ്ങയെല്ലാം വെന്ത് കഴിഞ്ഞ് ഞാൻ തണിയാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അരക്കുന്നത് ഇനി ജീരകവും പിന്നെ കരിവേപ്പില ഒരു കൊളുന്ത് കരിവേപ്പില ഇട്ടിന്, പച്ചമുളക് കാന്താരി ഇട്ടിന്, ഇനി തൈര് വെച്ചിട്ട് ഇത് അരക്കണം. ഇത് ഞാൻ അരച്ച് വെച്ച് ഇനി ആ വെന്ത കഷ്ണം ഇതിൻ്റെ അകത്ത് ചേർക്കുക. കൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അത് തണിഞ്ഞാലേ ഇതിൽ ചേർക്കാൻ പറ്റും. ഇത് ഈ അരവ് നമ്മൾ വേവിച്ച കുമ്പളങ്ങയിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി യോജിപ്പിച്ചിട്ട് വേണം വറവിടാൻ. ഇനി ഇതിൽ കായ്മുളകും കടുകും കൂടി വറുത്തിടണം. ചില ആൾ ഇതിൽ ഉലുവപ്പൊടിയെല്ലാം ചേർക്കും. നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉലുവപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും. ഞാൻ ഇതിൽ ജീരകവും ഇഞ്ചിയും പച്ചമുളകും മാത്രം ചേർത്ത് കറിവേപ്പില എടുക്കുന്നു. ഇനി നമ്മൾ നല്ല കായ്മുളകിലിട്ട് വെളിച്ചെണ്ണ താളിച്ചിട്ട് ഇതിലിടുക. നമ്മൾ പച്ചടിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുവിട്ട് വെളിച്ചെണ്ണത്തിട്ട് കായ്മുളക് അങ്ങോട്ട് വെക്കും. കറിവേപ്പില ഇട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്കും ഷെയറും കമൻറ്റും തരിക. എൻ്റെ ചാനലിന് സപ്പോർട്ടും കൂടി ചെയ്യണേ.